നാടാകെ എമ്പുരാൻ തരംഗമാണ്. എന്നാൽ മലയാള സിനിമയുടെ സന്തോഷത്തെ കെടുത്തുന്ന ചില ശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? സംഘപരിവാർ സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് സിനിമയിലെ 17 രംഗങ്ങൾ മാറ്റുകയാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കളക്കിളക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. എമ്പുരാന്റെ പുതിയ പതിപ്പ് ഇറക്കുന്നത് 17 വെട്ടല്ല 24 വെട്ടിന് ശേഷമാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ആഘോഷമാക്കിയത് നീതി നടപ്പാക്കി കാണാനുള്ള ഒടുക്കത്തെ പൊതുബോധം കൊണ്ടൊന്നുമല്ല. ഇറ്റ്സ് ബിക്കോസ് പൊളിറ്റിക്സ്. ഈ കമലേഷ് പങ്കുവച്ച വിവരങ്ങളിൽ ഈ വെട്ടിന്റെ ഒരു വഴി പരിശോധിച്ചാൽ, എന്തൊക്കെ വെട്ടിയെന്ന് പരിശോധിച്ചാൽ ഇത് സ്വമേധയാ ഉള്ള വെട്ടല്ല. കൈയടിക്കുന്നില്ലേ, പടക്കം പൊട്ടിക്കുന്നില്ലേ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പോസ്റ്റ് ചെയ്യുന്നില്ലേ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം ഒക്കെ പൂർണ്ണമായി തള്ളുന്ന തരത്തിലാണ് ഇതിലെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം, സമ്മർദ്ദങ്ങളുടെ പുറത്ത് ഭയന്നുള്ള വെട്ട് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതല്ലേ കമലേഷ് ഈ വരുന്ന വിവരങ്ങൾ? ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. നിൽക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല ഉമര. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഈ അണിയറ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു ആ നിർമ്മാതാവിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ കൂടി. എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടമേ ഉള്ളൂ, എന്റെ തന്തയുടെ. മുരളി ഗോപിയെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിൽ പുറകോട്ട് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാപ്പ് ജയം പറയൂല. ഒരഭിപ്രായം ഞാൻ പറഞ്ഞാൽ അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടം കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ അഭിപ്രായം പറയാൻ പോകരുത്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ആരോപണ വിധേയനായ മോഹൻലാൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നു എന്നതാണ്. മോഹൻലാൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ ഖേദപ്രകടനമാണ് ഉണ്ടാവുന്നത്. മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബിനുരാജ് രാജിവെച്ചതായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് കാരണം വ്യക്തമാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായി. നീ അയാൾക്ക് നിയമമില്ല, കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഏതായാലും പ്രശ്നം ഇതോടെ അവസാനിച്ചല്ലോ. എന്ത് ഇത് പൈലറ്റ് എപ്പിസോഡ് മെഗാ സീരിയലിന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ.